നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ. ഞാനിവിടെ ചാഴിക്കാട് ഹോസ്പിറ്റലിൽ ആർത്രോസ്കോപ്പി ആൻഡ് സ്പോർട്സ് മെഡിസിൻ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജനായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്പോർട്സ് ഇഞ്ചുറീസ് അറൗണ്ട് നീ, മുട്ടിന് ചുറ്റുമുണ്ടാകുന്ന പരിക്കുകൾ, അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വളരെ യങ് പീപ്പിളിൽ തന്നെ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു പരിക്കാണ് മുട്ടിന് ചുറ്റുമുള്ള ACL ലിഗമെൻറ്റ് ഇഞ്ചുറി എന്നുള്ളത്. നമ്മുടെ ചെറുപ്പക്കാരിൽ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ വളരെ സ്പോർട്സ് എൻത്യൂസിയാസ്റ്റ് ആയിട്ടുള്ളവർക്ക് വരാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന പരിക്കുകളാണ്. നൗ ACL ഇഞ്ചുറീനെ പറ്റി നമുക്കൊന്ന് വിവരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മുട്ടിന് ചുറ്റുമുള്ള ലിഗമെൻറ്റ്സിനെ പറ്റി പരിചയപ്പെടുത്താം. മുട്ടിന് ചുറ്റും പ്രധാനപ്പെട്ട 4 ലിഗമെൻറ്റാണ് ഉള്ളത്. 2 മുട്ടിൻ്റെ അകത്തും 2 മുട്ടിൻ്റെ പുറത്തും. അകത്തുള്ള 2 ലിഗമെൻറ്റ്സിന് ACLും, അതായത് ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻറ്റ് എന്നും PCL എന്നുള്ള പോസ്റ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻറ്റുമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ മുട്ടിൻ്റെ പുറത്ത് 2 ലിഗമെൻറ്റ് MCLും LCLും എന്ന് പറഞ്ഞ 2 ലിഗമെൻറ്റും ഉണ്ട്. ഇതിനെ പറ്റി കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊടേൻ്റെ അസ്ഥി, അതിൻ്റെ താഴെ കാലിൻ്റെ അസ്ഥി, ഈ 2 അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന 4 പ്രധാനപ്പെട്ട ലിഗമെൻറ്റ്സാണ് ഉള്ളത്. മുട്ടിൻ്റെ പുറത്തുള്ള 2 ലിഗമെൻറ്റ്സും മുട്ടിൻ്റെ അകത്തുള്ള 2 ലിഗമെൻറ്റ്സും, ഈ 4 ലിഗമെൻറ്റ്സും ഈ അസ്ഥികളും ഒന്നിച്ച് സിങ്കായി മൂവ് ചെയ്യുന്ന ആവുമ്പോഴാണ് നമുക്ക് ഒരു സ്റ്റേബിൾ ഒരു നീ ജോയിൻ്റ് ഉണ്ടാകുന്നത്. ഈ 2 എല്ലുകൾ തമ്മിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എല്ലുകൾ ഉരയാണ്ടിരിക്കാനായിട്ട് മുട്ടിൻ്റെ അകത്ത് ഒരു പാട, വിച്ച് ഇസ് കോൾഡ് മെനിസ്കസ് എന്ന് പറയുന്ന ഒരു പാട, അത് നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ, അതേപോലത്തെ തന്നെ സെയിം ഫങ്ഷനാണ് മുട്ടിൻ്റെ അകത്തുള്ളത്. ഈ ഫങ്ഷൻ ചെയ്യുന്ന മെനിസ്കസ് എന്ന് പറയുന്ന ഒരു കാർട്ടിലേജ് പോലെ ഷോക്ക് അബ്സോർബറും മുട്ടിൻ്റെ അകത്തുമുണ്ട്. സാധാരണഗതിയിൽ ACL എന്ന് പറയുന്ന ലിഗമെൻറ്റ് ഇഞ്ചുറി വളരെ കോമൺ ആയിട്ട് കാണുന്നത് കോൺടാക്ട് സ്പോർട്സിലാണ്. കോൺടാക്ട് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഫുട്ബോൾ കളികളിലുണ്ടാകുന്ന പരിക്കുകൾ, അതല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന, പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന കബഡിയിൽ ഉണ്ടാകുന്ന പ്ലേയേഴ്സിൽ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന പരിക്കുകളാണ്. നമ്മൾ ഓടുന്ന വഴി പെട്ടെന്ന് കാല് ട്വിസ്റ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഇഞ്ചുറി. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീൽഡിൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വരുന്ന പല പേഷ്യൻസും പറയുന്നത്, ഡോക്ടറെ കളിക്ക് ശേഷം അന്ന് കാലിന് പെട്ടെന്ന് നീര് വന്നു, ഒരാൾ വന്ന് പെട്ടെന്ന് പിടിച്ചിട്ടു, അതിനുശേഷം രണ്ടാമത് കളിക്കാൻ തുടർന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പരിക്കുണ്ടായതിന് ശേഷം ഉടനെ നീരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യം നമ്മൾ ഐസ് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തേത്, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടോ, നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മുട്ടിൻ്റെ പരിക്ക്, കളീൻ്റെ ഇടയിൽ പരിക്ക് പറ്റിയതിന് ശേഷം ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്, പേഷ്യൻസിന് ഉണ്ടാകുന്ന പ്രോബ്ലം പെയിൻ, അല്ലെങ്കിൽ സ്വെല്ലിങ്, അല്ലെങ്കിൽ ലോക്കിംഗ് സിംറ്റംസ്, അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി, മുട്ട് തെന്നുക. ഇങ്ങനത്തെ 4 പ്രധാനപ്പെട്ട സിംറ്റംസ് ആയിട്ടാണ് പേഷ്യൻസ് നമ്മളെ കൺസൾട്ട് ചെയ്യാറ്. ഇതിൽ ഈ 4 സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ പരിശോധിച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും പേഷ്യൻ്റ് എന്താണ് പ്രോബ്ലം എന്നുള്ളത്. യൂഷ്വലി ഇൻസ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ മുട്ട് തെന്നുക, അല്ലെങ്കിൽ മുട്ട് ഇടയ്ക്ക് ഇടറുന്ന പോലെ ഫീൽ ചെയ്യുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഏതെങ്കിലും ലിഗമെൻറ്റിൻ്റെ പരിക്ക് പറ്റുമ്പോഴാണ്. രണ്ടാമത് വളരെ കോമൺ ആയിട്ട് പറയുന്ന സിംറ്റമാണ് ലോക്കിംഗ് സിംറ്റം. അതായത് മുട്ട് മടങ്ങി നിവരുമ്പോൾ കാല് ഒരു സ്ഥലത്ത് ലോക്കായി പോകുക, അല്ലെങ്കിൽ സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ മുട്ടിൻ്റെ അകത്ത് ഈ മെനിസ്കസ് എന്ന് പറയുന്ന പാട, അതിനൊരു കീറൽ വന്ന് നമ്മുടെ മുട്ടിൻ്റെ സന്ധിക്കകത്തേക്ക് ലോക്കായി തെറിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റമാണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണാവുന്നത് ലൂസ് ബോഡി, അതായത് നമ്മുടെ മുട്ടിൻ്റെ അകത്ത് കാർട്ടിലേജ്, അല്ലെങ്കിൽ തരുണാസ്ഥി, ഈ പരിക്കിൻ്റെ ഇടയിൽ ഒരു ചെറിയ പീസ് ലൂസായി നമ്മുടെ മുട്ടിൻ്റെ സന്ധിക്കകത്ത് കിടന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് ലോക്കിംഗ് എന്ന് പറയുന്ന സിംറ്റം. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഒരു എക്സ്റേ എടുത്ത് നോക്കുക. അതിൻ്റെ അകത്ത് ലൂസ് ബോഡീസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്കതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സ്റ്റിൽ നമ്മുടെ ഡയഗ്നോസിസിൽ നമുക്ക് ലിഗമെൻ്റ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ മെനിസ്കസിൻ്റെ ഇഞ്ചുറി എത്രമാത്രമുണ്ട് എന്നറിയാനും കൺഫേം ചെയ്യാനായിട്ടും നമ്മളൊരു MRI ചെയ്യുന്നതാണ്. വൺസ് MRI ചെയ്തു, അതിനുശേഷം നമ്മുടെ ഡയഗ്നോസിസ് കൺഫേം ആയതിനു ശേഷം നമ്മൾ അടുത്ത് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യും.
എല്ലാ ഇഞ്ചുറീസിനും ഒരു സർജറി നിർബന്ധം എന്ന് ഉള്ളതില്ല. നമ്മൾ ബേസിക്കലി ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ ഡിമാൻഡ്സും പരിക്കുകളെയും ബേസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ അകത്ത് പേഷ്യൻ്റെ എന്താണ് പേഷ്യൻ്റ് വേണ്ടത്, പേഷ്യൻ്റെ ആക്ടിവിറ്റി ലെവൽ എന്താണ്, പേഷ്യൻ്റെ ഏജ് എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. യൂഷ്വലി ACL എന്ന് പറയുന്ന ലിഗമെൻ്റ് ഇഞ്ചുറി സാധാരണഗതിയിൽ നമ്മൾ പരിക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു കീ ഹോൾ സർജറി കൂടെ നമ്മളത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യണത്. സോ ഇതിൻ്റെ അകത്ത് ACL എന്ന് പറയുന്ന ലിഗമെൻറ്റ്, ഈ ലിഗമെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എല്ലിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഞരമ്പാണ്. സോ ഇതിൻ്റെ അകത്ത് ആ ഞരമ്പ് കട്ടായിപ്പോയി അല്ലെങ്കിൽ ആ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേറൊരു ലിഗമെൻറ്റിനെ വെച്ച് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യണത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു കീ ഹോൾ സർജറി കൂടെ നമ്മൾ പേഷ്യൻ്റെ തന്നെ ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ കീ ഹോളിൽ കൂടെ നമ്മളത് കറക്റ്റ് ചെയ്ത് മുട്ടിൻ്റെ അകത്ത് ഒരു ചെറിയ ഡ്രിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ടിഷ്യൂവിനെ നമ്മൾ തുടയിൻ്റെ അസ്ഥിയിലും മുട്ടിൻ്റെ അസ്ഥിയിൽ കാലിൻ്റെ അസ്ഥിയിലും നമ്മളതിനെ പിടിപ്പിക്കുകയാണ് ചെയ്യണത്. സോ ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് മേളിൽ ഒരു ബട്ടൺ വെച്ചിട്ടും താഴെ ഒരു ബയോ അബ്സോർബിൾ സ്ക്രൂ, അതായത് നമ്മുടെ ബോഡിയുടെ തന്നെ ഭാഗമായി മാറാവുന്ന ഒരു സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ചെയ്യുന്നത്. സോ യൂഷ്വലി ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻസിന് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ഇത് പതിയെ പേഷ്യൻസിനെ നടത്തിച്ചു തുടങ്ങും, മൂവ്മെൻറ്റ്സ് പതിയെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. എന്നിട്ട് അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പോസ്റ്റ് ഓപ്പ് റീഹാബ് പ്രോട്ടോക്കോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. സോ ആ റീഹാബ് പ്രോട്ടോക്കോളിനനുസരിച്ചിട്ടായിരിക്കും പേഷ്യൻ്റെ ബാക്കി ഓരോ ആക്ടിവിറ്റീസിലേക്കും തിരിച്ചു പേഷ്യൻറ്റിനെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. ഇത് അതേപോലെ തന്നെയാണ് മെനിസ്കസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത മെനിസ്കസ് എന്ന് പറഞ്ഞ പരിക്കുകളെ പറ്റി. സോ മെനിസ്കസ് എന്ന് പറയുന്നത് ബേസിക്കലി മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലുകൾ തമ്മിൽ ഉരയാണ്ടിരിക്കാനുള്ള ഒരു ഷോക്ക് അബ്സോർബിങ് എഫക്റ്റ് ഉള്ള ഒരു പാടയാണ്. സോ ഈ പാട കീറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ കീ ഹോൾ വഴി കൂടെ തന്നെ കഴിയുന്നതും നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ്. സോ പണ്ട് കാലങ്ങൾ ഇങ്ങനത്തെ സർജറികൾക്ക് ഇങ്ങനത്തെ പരിക്കുകൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പാടേനെ കട്ട് ചെയ്ത് കളയിലായിരുന്നു. ഇപ്പോഴത്തെ കറണ്ട് റെക്കമെൻഡേഷൻ കഴിയുന്നതും നമ്മൾ പ്രിസർവ് ചെയ്യുക. കാരണം പാടയ്ക്ക് ഷോക്ക് ഈ എല്ലുകൾ ഉറയുന്നത് മാത്രമല്ല മുട്ടിൻ്റെ അകത്ത് ഒരു പരിധി വരെ സ്റ്റെബിലിറ്റി വരെയും കൊടുക്കുന്ന ഫങ്ഷനുണ്ട്. സോ ഇതാണ് നമ്മൾ ഏറ്റവും വളരെ കോമൺ ആയിട്ട് നമ്മൾ സ്പോർട്സ് ഇഞ്ചുറീസിൽ മുട്ടിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന പരിക്കുകൾ. സോ ഇതല്ലാതെ വേറെ പരിക്കുകൾ വരുന്നത് മുമ്പ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ലിഗമെൻറ്റ്സ് PCL എന്ന് പറയുന്നതും MCL LCL എന്ന് പറഞ്ഞ ലിഗമെൻറ്റിന് പരിക്ക് വന്നാലും നമ്മളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. സോ ഓരോ വർത്തക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ പലപ്പോഴും പേഷ്യൻസ് നമ്മളോട് പറയുന്നത് അവരുടെ കൂട്ടുകാർക്ക് ഒരു പരിക്കുണ്ടായി, അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നില്ല. സോ ഓരോ പരിക്കും ഓരോ ഡിഫറെൻ്റ് ആണ്. സോ ഓരോരുത്തരുടെ ബോഡി നേച്ചർ, ഡിമാൻഡ്സ്, ഏജ്, പരിക്കുകൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് അവരുടെ പരിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.